ഹൈദരാബാദ് സ്റ്റൈൽ ഒരു ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിന, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര്, ഒരു 6-7 ലവംഗപ്പൂ, ഒരു പട്ട, 2 ഏലക്ക, പിന്നെ നമ്മളെ ഹൈദരാബാദ് ഗരം മസാല പൊടിയാണ് ഇത്. നമ്മൾ ബിരിയാണിയിലേക്ക് മൊത്തത്തിലുള്ള മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ മസാലകളൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ എരിവ്, ഉപ്പ്, ഇതിനെല്ലാം ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. ഈ ഗരം മസാല റെസിപ്പി നമ്മളെ ചാനലിലുണ്ട്, കയറി കാണേണ്ടവർക്ക് കണ്ടു നോക്കാം. ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഈ മസാലകളൊക്കെ ചിക്കനിൽ എല്ലായിടത്തിലും അവിടെ മാതിരി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഏകദേശം എല്ലാ സൈഡിലായിട്ടുണ്ട്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 2 മീഡിയം സൈസിലെ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 സ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മളെ കുങ്കുമപ്പൂവില്ലേ, അതൊരു 1/4 കപ്പ് പാലിൽ ഒരു 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്, അത് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് കട്ട തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കട്ട തൈരില്ലെങ്കിൽ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന തൈരായാലും മതി. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ നൈസായിട്ട് പൊടിഞ്ഞ് വരുന്നവരെ നല്ലതുപോലെ കൈയായിട്ട് തന്നെ ഞെമിണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 3 മണിക്കൂറോളം നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇത് ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കുക. നമ്മളതവിടെ മാറ്റി വെച്ചിട്ട് ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ചോറ് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പകുതി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഏലക്ക, വലിയ ജീരകം, പട്ട, ലവംഗ ഇട്ട് കൊടുത്ത് അതിനുശേഷം കൊത്തമല്ലി, കരിവേപ്പില, പുതിന, ഒരു മുറി ചെറുനാരങ്ങ, ഒരു 1/4 ഗ്ലാസ് ഓയിൽ, ഇതെല്ലാം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗരം മസാല അതാ ഫസ്റ്റ് ഇടാൻ മറന്നു വരുന്നതാണ് ഇപ്പോൾ ഇട്ടത്. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി വെച്ചിട്ട് മൂടി വെച്ചൊന്ന് പകുതി വേവാകുമ്പോൾ നമ്മൾക്ക് എടുത്ത് മാറ്റാനുള്ളതാണ് ഇത്. നല്ലതുപോലെ ഒരു തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിങ്ങനെ ഒന്നുകൂടി ഒന്ന് വേവിക്കണം. ഏകദേശം നമ്മളെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് ചോറ് ഇതിലൊന്ന് കോരിയിട്ട് നമ്മൾ ഫസ്റ്റ് മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കനില്ലേ, അത് ഇതേപോലെ ഒരു ഡേക്സയിൽ ഫുള്ള് പരത്തി വെക്കണം. അതിൻ്റെ മേലേക്ക് ചോറിട്ട് കൊടുക്കണം. ഇതേപോലെ ഒരു ഓട്ടക്കയലിൽ എന്തിനെങ്കിലും ഇങ്ങനെ വെള്ളമൊന്നുമില്ലാതെ കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇറച്ചിൻ്റെ മേലെ മൊത്തത്തിൽ ഈ ചോറ് മൊത്തം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. നമുക്ക് മൊത്തത്തിൽ അങ്ങനെ കോരിയെടുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഇട്ടത് കാണിക്കാൻ വീഡിയോ അതിൻ്റെ മുന്നിൽ വെക്കാൻ മറന്നു പോയതാട്ടത്. കണ്ടോ, അടിയിൽ ചിക്കൻ ഉണ്ട്, അതിൻ്റെ മേലെയാണ് ഈ ചോറിട്ട് കൊടുക്കുന്നത്. ഇതേപോലെ മൊത്തത്തിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ചോറ് എല്ലാ സൈഡിലും എത്തണ മാതിരി ഒന്ന് ഇളക്കിയിട്ട് മൊത്തത്തിലാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു 1/4 സ്പൂൺ പാലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതാണ് ഒഴിച്ച് കൊടുത്തത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സിൽവർ പേപ്പറായിട്ട് ഇതൊന്ന് മൂടിയെടുക്കണം.
ഇതേപോലെ 2 സിൽവർ പേപ്പർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണം. ഇതേപോലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് എടുക്കുക. പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഇതേപോലത്തെ ദോശക്കല്ലൊക്കെ ഉണ്ടാവില്ലേ, അത് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ചോറിൻ്റെ ചെമ്പ് വെക്കുന്നത്. ഒരു 20 മിനിറ്റ് ആട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ ചോറൊക്കെ അടിപൊളിയായിട്ട്, ചോറ് പകുതി വേവിലല്ലായിരുന്നു നമ്മൾ കോരിയിട്ടത്. ഇതാ ഫുള്ള് വേവുമായിട്ടുണ്ട്. ഇറച്ചിയും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി ചോറാട്ടത്. ഇതിൻ്റെ ദമ്മ് പൊടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അടിപൊളി സ്മെല്ലാണ്. നമ്മളിതിൽ ബിരിയാണി മസാല വേറെ മസാലകളോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ. ആ ഗരം മസാലേൻ്റെ സ്മെല്ല്, നല്ലൊരു ദം പൊട്ടിച്ചപ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ട്. അടിപൊളി സ്മെല്ലാണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഉണ്ടോ, അടിപൊളി. ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ വിളമ്പി കഴിക്കാം.